ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈറേഞ്ചിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നരയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രം കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി. Additional Buildwares, Kutar 7025073001. നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ. ഇന്ന് തന്നെ വിളിക്കൂ നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സ് നെടുങ്കണ്ടം. കൂടുതൽ അറിയാൻ 9207100600 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. 36ാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അതിൻ്റെ തിരശീല താഴുവാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. സ്റ്റേജുകൾ പലതും കാലിയായി കഴിഞ്ഞു. 1-2 സ്റ്റേജുകളിൽ മാത്രമാണ് മത്സരങ്ങൾ നടക്കുന്നത്. അതും അല്പസമയത്തിനുള്ളിൽ തീരുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് കട്ടപ്പന സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൽഫ ജേക്കബ് അല്ലേ, ആൽഫ ജേക്കബാണ്. നാരീശബ്ദം എന്ന കഥ പറഞ്ഞ് കഥാപ്രസംഗ വേദിയിൽ ഒന്നാമതായി എത്തിയ ഒരു നാരി തന്നെയാണ് ഒപ്പമെത്തുന്നത്. മോളെ, എത്ര വർഷമായിട്ട് കഥാപ്രസംഗം പഠിക്കുന്നു? അങ്ങനെ ഇപ്പം 2 വർഷം പറഞ്ഞിട്ടുണ്ട്. 2 വർഷം പറഞ്ഞിട്ടുണ്ട്, കഥ പറഞ്ഞതല്ലേ ഉദ്ദേശിച്ചേ? കഴിഞ്ഞ വർഷം ഇതേ കഥയ്ക്ക് സ്റ്റേറ്റിൽ പോയായിരുന്നു, എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഇതിപ്പം 2ാം വർഷം ഈ കഥയും കൊണ്ട് ഒന്നുകൂടെ. അതെല്ലേ, ആ കഴിഞ്ഞ വർഷം പറഞ്ഞ അതേ കഥ തന്നെയാണോ? അത് ശരിയാണ്. ഓക്കെ, പ്രസംഗം പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമാണെന്ന് ചോദിച്ചു? അങ്ങനെ ചോദിച്ചാൽ ഒരു 3 വർഷം. 3 വർഷം അല്ലേ? അപ്പോൾ ഇപ്പോൾ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലൊക്കെ മത്സരിച്ചിട്ടുണ്ടോ കഥാപ്രസംഗത്തിൽ? ഹൈസ്കൂളിൽ ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ്. അതിനു മുമ്പ് കഥാപ്രസംഗം ഇനത്തിന് മത്സരിച്ചിട്ടില്ല. വേറെ ഉറുദു പദ്യോച്ചാരണത്തിന് 8ാം ക്ലാസ്സിൽ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. അതിനുശേഷം വേറെ എങ്ങും ഇതാണോ ഇപ്പോൾ ഉള്ളത്? അതിനുശേഷം ഇപ്പോൾ ഇതാ പോകുന്നത്. റവന്യൂ ജില്ലയിൽ സബ് ജില്ലയിലുണ്ടായിരുന്നു? സബ് ജില്ലയിൽ മലയാളം പദ്യോച്ചാരണം കൂടെ ഉണ്ടായിരുന്നു. ഈ വർഷം ഉണ്ടായിരുന്നു. ശരി. അപ്പോൾ ഇങ്ങോട്ട് വന്നില്ല? ഇങ്ങോട്ട് ജില്ലയിൽ എ ഗ്രേഡ് ഉണ്ട്, ബാക്കി അറിയത്തില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ എന്താണ് ഈ നിൽക്കുന്നവരൊക്കെ ഈ പിന്നണിയിൽ അല്ലേ? നിങ്ങളൊക്കെ പിന്നണിയിൽ നിന്നാണ് ആൽഫയും മുന്നണിയിലേക്ക് കൊണ്ടുവന്നത് അല്ലേ? ശരി. പേരെ? ഗൗതം ജോഷി. ഗൗതം, എന്താ ചെയ്തത്? ഞാൻ തബല വായിക്കാം. തബല, ഗുഡ്. പേര് പാതിരോ ബെന്നി, ഞാൻ ജിപ്സി കൂട്ടുന്നു. ഓക്കെ. മോളുടെ പേര്? ജോവിറ്റ ജിനോയ്, ഞാൻ ഹാർമോണിയം വായിച്ചു. ഹാർമോണിയം, അവിടെ ഹാർമോണിയം ഇരിക്കുന്നത് കണ്ടായിരുന്നു. വീട്ടിലാരാ ഹാർമോണിയം ചെയ്യുന്നത്? ഹാർമോണിയം ആരും ചെയ്യുന്നില്ല, ഞാൻ കീബോർഡ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ അങ്ങനെ ചെയ്തു അല്ലേ? ഓക്കെ. സാറിന് ഈ ഹാർമോണിയം ഒക്കെ പറയുമ്പോൾ വീട്ടിൽ ആരെങ്കിലും അതിനകത്ത് താല്പര്യമുണ്ടോ? താങ്കൾ ചോദിച്ചു. ഓക്കെ. മോനെ? പേര് മിലൻ മനോജ്, സിമ്പിൾ കൂട്ടുന്നു. സിമ്പിൾ. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് എത്തിച്ചു അല്ലേ? അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനൊരു പരിമിതമായ സൗകര്യമുള്ളത്. എങ്കിലും ഒരു സ്വല്പം അതിൻ്റെ ഒരു ആരംഭഗാനമൊക്കെ ഒന്ന് പറ്റുമോ? ആയിക്കോട്ടെ. ബഹുമാന്യ സദസ്സിന് ആദരവോടെ അഭിവാദനങ്ങൾ. സമൂഹമാകുന്ന ഗംഗ അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയുള്ള ജലം ഇന്നോ, ഇന്നുള്ളത് നാളെയോ, നാളെയുള്ളത് മറ്റന്നാളോ ഇല്ല. അതിദ്രുതഗതിയിലുള്ള മാറ്റം അത് ലോകത്തെ തലകീഴായി മറിക്കുകയാണ്. ഒരു മാവേലി നാടോ, രാമരാജ്യമോ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത നമ്മൾ എങ്ങോട്ടാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അക്രമം 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 അക്രമം, രുധിരം ചിതറുന്നു, കബന്ധമൊഴുകുന്നു, ഭീകര ദാരുണ താണ്ഡവങ്ങൾ. അക്രമം 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 അക്രമം. മതി, ഒരുപാട് നന്നായിരിക്കുന്നു. കാരണം മോൾക്കൊരു പ്രശ്നമുണ്ട്, ഈ പിന്നണിക്കാരൊന്നും ഇല്ലാത്ത പോലെ പാടാനൊക്കെ ഒരു ചെറിയ വിഷമം. അപ്പം എന്നാണെങ്കിലും ഇനി സംസ്ഥാന തല മത്സരത്തിലേക്ക് പോകണം. തൃശ്ശൂരിലേക്കാണ് പോകുന്നത് അല്ലേ? സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനത്താണ് ഈ വർഷത്തെ അല്ലേ കലയുടെ കേളികൊട്ട് ഉയരുന്നത്. അപ്പോൾ എന്നാണെങ്കിലും തൃശ്ശൂർ സംസ്ഥാന തലത്തിലേക്ക് അതും പോകല്ലേ? അല്ല, കഴിഞ്ഞ വർഷം പോയില്ലേ? 3ാം തവണയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ എന്താണെങ്കിലും അതുകൊണ്ട് ഈ സംസ്ഥാന തലത്തിലേക്ക് പോയി പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ സഭാകമ്പം അങ്ങനെ പേടിയൊന്നുമില്ല? ഇല്ല, പേടിയൊന്നുമില്ല. ഒന്നുമില്ല. പൈസ അടിച്ചേ പോരുള്ളൂ അല്ല? അതിനെന്താ ഒരു ചെറിയൊരു ഉറപ്പായിട്ടും പൈസ. ഓക്കെ. അപ്പം എന്താണെങ്കിലും ആൽഫ, തൃശ്ശൂരിൽ, അതായത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലാണ് ഈ 2025 റവന്യൂ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത്. കട്ടപ്പന സെൻറ്റ് ജോർജിൻ്റെ മണ്ണിൽ നിന്നും, അതായത് ഇടുക്കിയിലെ കറുത്ത പൊന്നിൻ്റെ നാട്ടിൽ നിന്നും സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനത്തെത്തി കപ്പടിച്ച് തിരിച്ചു വരുവാനുള്ള എല്ലാവിധ ആശംസകൾ എല്ലാവർക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്നിച്ചല്ലേ പോണേ? നിങ്ങൾ ടീമല്ലേ? അപ്പോൾ ഓക്കെ, ഡൺ. അപ്പോൾ എന്താണെങ്കിലും
റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം തിരശീല താഴുവാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മിനിറ്റുകൾ മാത്രം ബാക്കി. കാത്തിരിക്കാം. ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈറേഞ്ചിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നരയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രം കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി. എഡിഷണൽ ബിൽഡ്വെയേഴ്സ് കൂട്ടാർ 7025 073 001. നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ. ഇന്ന് തന്നെ വിളിക്കൂ നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സ് നെടുങ്കണ്ടം. കൂടുതൽ അറിയാൻ 9207100600 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.